ഗൈസ് നമ്മൾ ഇന്ന് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ പൈനാപ്പിൾ എല്ലാം ഇതേപോലെ നല്ല ഫലം കൊണ്ട് സ്ലൈസായിട്ട് അരിയണം. എന്നിട്ട് മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരയ്ക്കണം കേട്ടോ. അരച്ചൊരു പേസ്റ്റ് പരുവാവണം. ആയിട്ട് ഞങ്ങളത് അരിക്കുന്നില്ല കേട്ടോ, അരച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുന്നതാണ്. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ, ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത്. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കണം. നല്ലപോലെ ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു പാത്രത്തിൻ്റെ അളവിന് 3 പാത്രമോളം ഞങ്ങൾക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 7-8 പൈനാപ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3.5 പാത്രമോളം ഉണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിന്. ഒരു 3.25 ഉണ്ടായിരുന്നു വടിച്ച് ഫുൾ എടുത്തപ്പോഴത്തേക്കും. എന്നിട്ട് 3 പാത്രമോളം, ഈ പാത്രത്തിൻ്റെ അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ പഞ്ചസാര ഇടാനാണ്. ഞങ്ങൾക്ക് കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ. ഈ ഒരു പാത്രത്തിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഈ ഒരു പാത്രത്തിന് 1 പാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു പകുതി, ഒരു 1.5 പാത്രം പഞ്ചസാരയും കൂടി ഇട്ടിട്ട്, പട്ട അതും കൂടി ഇട്ടിട്ട് ഒരു 3 ഇട്ട് കൊടുത്തുന്നുണ്ട്. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി ഒരു പരുവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തറയിലൊക്കെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട്. അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ടത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സംഭവം സൂപ്പറായിട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. പിന്നെ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ നാരങ്ങ നീര് നമ്മൾ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തു. ഇതാണ് ഗൈസ് നമ്മുടെ ജാമ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക, അടിപൊളി ജാമാണ്. അതുകൊണ്ട് ബ്രെഡും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയത് അതേ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണേ. അപ്പോൾ ബൈ.